ബൈജുവിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിശബ്ദ പ്രചാരണം പുരോഗമിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ LDF-ന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്ന രണ്ടിടങ്ങൾ കൂടിയാണ്. അവിടെ എന്താണ് അവസ്ഥ? തീർച്ചയായും മനസ്സിലായി. ഗുഡ് മോർണിംഗ്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംസ്ഥാനത്ത് ഗ്ലാമർ പോരാട്ടം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരായാലും കാസർഗോഡായാലും ഇടതിന് തന്നെയാണ് മേൽക്കൈ. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ല, അതോടൊപ്പം KPCC പ്രസിഡന്റിന്റെ ജില്ല, അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് കോർപ്പറേഷൻ മത്സരം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിൽ UDF-ന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. അത് നഗരപ്രദേശങ്ങളിൽ UDF-ന് മേൽക്കൈ നേടുമ്പോഴും ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ഇടതിന്റെ കോട്ടകൾ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. ഈ കോർപ്പറേഷനിൽ ഇത്തവണ ഈ ഇടതുമുന്നണി അത് പിടിച്ചെടുക്കും എന്ന ഒരു അവകാശവാദവുമായാണ് ശക്തമായി മത്സരരംഗത്തുള്ളത്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ മത്സരം, ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം LDF-ന് മൃഗീയ ഭൂരിപക്ഷമാണെങ്കിലും PP ദിവ്യ സ്ഥാനം ഒഴിഞ്ഞ വിവാദങ്ങളൊക്കെ ഉണ്ടായ ജില്ലാ പഞ്ചായത്തിലെ മത്സരവും ഏവരും ഉറ്റുനോക്കുന്നത് തന്നെയാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗിലും വലിയ തോതിൽ വിമതർ ഇപ്രാവശ്യം ഉണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ വിമതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഇത്തവണ ഏതായാലും ഉള്ളത്. അതോടൊപ്പം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ PK രാഗേഷിന്റെ പുതിയ പാർട്ടി 12 ഇടങ്ങളിലാണ് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. അങ്ങനെ വളരെ രസകരവും അതുപോലെ തന്നെ വാശിയേറിയതുമാണ് കണ്ണൂരിലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോട്ടും ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിൽ ഒരു LDF സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് LDF-ന് ഭരണം ലഭിച്ചിരുന്നത്. അതായത് ഒരു അംഗത്തിന്റെ പിൻബലത്തിൽ, അത്രയും ബലാബലമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ മത്സരം. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF ഏത് വിധേയനെയും അത് നിലനിർത്താനുള്ള ശ്രമം നടക്കുമ്പോഴും മാറിയും മറിഞ്ഞും പിന്തുണയ്ക്കുന്ന ഓരോ മുന്നണികളെയും ഉള്ള ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് UDF-ന്റെ പ്രധാനമായ ശ്രമം. ഇവിടെയും കാസർഗോഡ് ജില്ലയിലെയും UDF-നെ സംബന്ധിച്ചിടത്തോളം തലവേദനയാവുന്നത് വിമതർമാർ തന്നെയാണ്. കാസർഗോഡ് നഗരസഭയിൽ വന്നാൽ മുസ്ലിം ലീഗിന് വർഷങ്ങളായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ 6 വിമതരാണുള്ളത്. അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷമായ BJP ആണ്. വർഷങ്ങളായി BJP-യും മുസ്ലിം ലീഗും തമ്മിൽ 7 സീറ്റിന് വ്യത്യാസമുള്ള ഒരു നഗരസഭയാണ് കാസർഗോഡ്. അവിടെ 6 വിമതന്മാരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെ BJP പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങളാണ് പല ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഒക്കെ ഉള്ളതെന്ന് പറയേണ്ടി വരും. ഏതായാലും നീലേശ്വരം നഗരസഭയും കാഞ്ഞങ്ങാട് നഗരസഭയും LDF-നോടൊപ്പമാണ്. അതിൽ നീലേശ്വരം LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ലെങ്കിലും കാഞ്ഞങ്ങാട് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6-ൽ 4-ഉം LDF-നൊപ്പം എന്ന ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇടതിന്റെ വലിയ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ്. BJP ശക്തമായി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരുക്കങ്ങൾ നടത്തി BJP തൊട്ട് പിന്നാലെ ഉണ്ട്. അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്നു കാസർഗോഡ് എന്നതാണ് വളരെ പ്രാധാന്യം ഉള്ളത്. ഏതായാലും ഈ 2 ജില്ലകളിലും കണ്ണൂരായാലും കാസർഗോഡായാലും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് മാത്രം 436 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, 96 അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, 199 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൻ സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിലാണ് നാളെ രാവിലെ. അവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊട്ടിക്കലാശം പോലും അത്തരത്തിൽ അനുമതി നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കൊട്ടിക്കലാശ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. ഇന്നലെ കേന്ദ്രീകൃത കൊട്ടിക്കലാശം ഇല്ലാതിരുന്നിട്ടും പഴയങ്ങാടിയിൽ CPM ലീഗ് സംഘർഷമുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ലീഗ് CPM BJP സംഘർഷമുണ്ടായി. അതിനാൽ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘർഷബാധിത പ്രദേശങ്ങളിലൊക്കെ റൂട്ട് മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസിനെ മറ്റ് ജില്ലകളിൽ നിന്ന്, അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായ 7 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ എത്തുന്നുണ്ട്.
കാസർഗോഡായാലും കണ്ണൂരായാലും അധിക പോലീസുകൾ വരുന്നുണ്ട്. അതായത് കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ കള്ളവോട്ടൊക്കെ കൂടുതൽ നടത്തുന്നത് ഈ കണ്ണൂർ ജില്ലകളിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അത്തരത്തിൽ നിരീക്ഷണം നടത്തി ഒരു സുഗമമായ തെരഞ്ഞെടുപ്പ്, അങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ പോളിംഗ് സ്റ്റേഷനിലെ സാമഗ്രികളുടെ വിതരണമൊക്കെ ഇപ്പോൾ അല്പസമയത്തിനകം, അതായത് 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതോടൊപ്പം സുരക്ഷ ശക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള ഈ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിരീക്ഷണം ശക്തമാക്കും. കൂടുതൽ പോലീസുകൾ ഉണ്ടാകും. നാളെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഈ ബൂത്തുകളിൽ, അതായത് അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് 2 ഇടങ്ങളിൽ നിന്നുള്ള ജില്ലാ ഭരണാധികാരികളും അറിയിക്കുന്നത്. ഏതായാലും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഏറ്റവും അവസാനമായും പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും കുടുംബയോഗങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ഓരോ നിമിഷവും അത്തരത്തിൽ വിലപ്പെട്ടതാണ്. അങ്ങനെ ഓരോ വോട്ടർമാരെ കണ്ട് അവസാന വോട്ടുറപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വടക്കൻ ജില്ല. അനുശ്രീ. ശരി, CV അനുമോദും KV ബൈജുവുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിൽ എറണാകുളം ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 74.58%. കുറവ് തിരുവനന്തപുരത്താണ് 67.4%. കൊല്ലം 70.36%. പത്തനംതിട്ട 66.78%. ആലപ്പുഴ 73.76%. കോട്ടയം 70.94%. ഇടുക്കി 71.77% എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 58.24%. കൊല്ലം കോർപ്പറേഷൻ 63.32%. എറണാകുളം കോർപ്പറേഷൻ 65.52% പേർ വോട്ട് ചെയ്തിട്ടുണ്ട്.